വാർത്തയിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ കടയുടമയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞെത്തിയ വ്യക്തി ജീവനക്കാരിയിൽ നിന്നും പണം തട്ടി. കടയുടമയോടാണ് ഫോണിൽ സംസാരിക്കുന്നത് എന്ന വ്യാജേനെ ജീവനക്കാരിയോട് 7,000 രൂപ ആവശ്യപ്പെട്ടു. 1,200 രൂപ മാത്രമേ കൗണ്ടറിൽ ഉള്ളൂ എന്ന് പറഞ്ഞ ജീവനക്കാരിയോട് ഉടമ പണം വാങ്ങാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് ഈ തുകയും വാങ്ങി കടന്നു കളയുകയായിരുന്നു. വർക്കല ഇലകമൺ സ്വദേശി ബിജോയ് രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് പാർലറിലാണ് തട്ടിപ്പ് നടന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് സംഭവിച്ചത്? വളരെ സമർത്ഥമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5:00 കൂടിയാണ് തിരുവനന്തപുരം വർക്കല ഇലകളിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് കടയിൽ കടയുടമയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കടയിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയുടെ മുൻപിൽ വെച്ച് കടയുടമയെ ഫോണിൽ വിളിക്കുന്നതായിട്ട് കാണിക്കുകയും ചെയ്തതിനു ശേഷം പണം ആവശ്യപ്പെട്ടത്. കടയുടമ പറഞ്ഞത് പ്രകാരം 7,000 രൂപ വേണമെന്ന് ഫോണിലൂടെ സംസാരിക്കുകയും അതിനുശേഷം ഫോൺ വെച്ചതിനു ശേഷം ജീവനക്കാരോട് പണം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 7,000 രൂപ എന്തായാലും പറഞ്ഞ ജീവനക്കാരി 1,200 രൂപ മാത്രമാണ് കൗണ്ടറിൽ ഉള്ളതെന്നും ബാക്കി തുക ഗൂഗിൾ പേ വഴി ആണ് ലഭിച്ചതെന്നും ഇയാളോട് പറയുന്നു. എന്നാൽ 1,200 രൂപ വാങ്ങിക്കൊണ്ട് ഇയാൾ പോവുകയാണ് ചെയ്തത്. വൈകിട്ട് കടയുടമ കടയിലെത്തിയതിനു ശേഷമാണ് തട്ടിപ്പെന്ന സംഭവം പറയുന്നത്. മാന്യനായി വസ്ത്രം ധരിച്ച് കടയിലെത്തിയ ആളാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിൽ സംഭവത്തിൽ വർക്കല പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഇയാൾ കടയുടമയെ അന്വേഷിച്ച് വൈകിട്ട് കടയിലേക്ക് വന്നതായിട്ടുള്ള കാര്യവും ജീവനക്കാരി പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, അതിലേക്ക് ആദ്യം. ഉടനെ കയറി വന്നായിരുന്നു. അപ്പൊ മുതലാളി എന്താന്ന് കേട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, വീട്ടിൽ പോയേക്കുന്നു. അതിപ്പോ വരും, 6:30 വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വെച്ച് മൊബൈലിന്റെ സമയം എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 വരെയായിരുന്നു പറഞ്ഞു. അപ്പൊ 7 മണിക്ക് ആവും അല്ലേ മുതലാളി വരാൻ. ഞാൻ പറഞ്ഞു 7 മണിയൊക്കെ ആവും. എങ്കിൽ ഞാൻ മുതലാളിയെ വിളിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചായിരുന്നു. അത് നീ എവിടെയാണ് നിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് അത് ഞാന് കുഞ്ഞുമോനെന്ന് പറയുന്ന ഒരാള് പൈസ കൊണ്ടുവരും. അപ്പൊ ഇയാള് മേടിച്ചു വെക്കുമെന്ന് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു മേടിക്കാൻ നോക്കും. അത് നിന്റെ പേരെന്തരാണ്? ഞാൻ പറഞ്ഞ പ്രഭയാണ്. അങ്ങനെ ഫോൺ ചെവിയിൽ വെച്ചിട്ട് അത് പ്രഭയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് മുതലാളിയടുത്ത് സംസാരിക്കുന്നിടത്ത് എന്റെ അടുത്ത് സംസാരിച്ചു. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഷിജോ കുര്യൻ.